السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേർച്ച് ജീവിക്കുന്ന സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുണ്ട് പേർച്ച് ജീവിக்கிற മുത്തഖിമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ ಜೀವನ ಚರಿತ್ರ ವಿಶದೀಕರಿಸಿದಾಯೋ ಈ ಕ್ಲಾಸ್ರೆ 80ನೇ ಕ್ಲಾಸಲ್ಲಿ ತಿಕ್ಕರು ನಂಗಿಂಡು ಒಟ್ಟಿಗೆ ಇರೋ ನಂಗೆ ಬಿಡಿಂಡು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜೀವನ ಚರಿತ್ರ ಅವರು ಮುಸ್ಲಿಮರೇ റോൾ മോഡലായിട്ടിക്കറ് നബിയുടെ ഓരോ പ്രവൃത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പൽക്കും ഞങ്ങളെ ജീവിതത്തിൽ അലവടിസനായതായിട്ടിക്കറ്. ഏതെങ്കിലും ആമുഖമില്ലാണ്ട് വിഷയത്തിക്ക് കടക്കുകയത്തിക്കറ് ഉദ്ദേശിക്കറേ ഞങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചെന്നനിപ്പാട്ടിയ വിഷയ ഹിജ്റ 8ാമത്തെ വർഷത്തിൽ നടന്നേ ചരിത്ര പ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തെ വിഷയത്തിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചു. മുഅ്ത യുദ്ധ ആവുകുള്ള കാരണം എന്തിനെ ചൊല്ലതും മുസ്ലിമീങ്ങ എങ്ങനെ മുഅ്ത യുദ്ധത്തിക്ക് റെഡിയായതും 3000 ചില്ലറ സഹാബിമാർ 2 ലാഖ് ശത്രുമാർ എങ്ങനെ അങ്ങോട്ടേക്ക് യുദ്ധാക്കിയതും ചൊല്ലതും ആരെല്ലാം മുഅ്ത യുദ്ധത്തിൽ ഷഹീദായിരാറ് ചൊല്ലതും പിന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു എങ്ങനെ തന്ത്രപരമായിട്ട് മുസ്ലിം സൈന്യത്തെ ബച്ചവാക്കിയിട്ട് മദീനത്തേക്ക് എത്തുപാട്ടിയ വിഷയമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതായിട്ടിക്ക്. ഇനി ഇതേ ഹിജ്റ 8ാമത്തെ വർഷത്തിൽ നടന്നതായ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തെ കയറ്റിക്ക് ഞങ്ങൾ എങ്ങനെ കിടക്കേ. അതായത് മക്ക ഫതഹ്, മക്ക വിജയ, മക്ക ചൊല്ലതായ മുസ്ലിമീങ്ങളെ അണ്ടർക്ക് ബണ്ടതായി മുസ്ലിമീങ്ങ പിടിച്ചെടുക്കുന്നതായ ഒരു ചരിത്ര സംഭവ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവും. അത് ഹിജ്റ 8ാമത്തെ വർഷത്തിലേക്ക് ഏതൊരു നബിരും ഏതൊരു സഹാബിമാരുടെ അങ്ങനെ റായത്തെ മക്ക ചൊല്ല റായത്തെ മക്ക മുശ്രിക്കുമാർ പറത്തിട്ടുന്നാറ അതേ റായത്തുക്ക് പിന്നെ 8 വർഷ കല്യത്തിൽ പിന്നെ മുസ്ലിമീങ്ങ എൻ്ററായിട്ട് ആ മക്കത്തെ മുസ്ലിമീങ്ങളെ അണ്ടർക്ക് മുസ്ലിമീങ്ങ പിടിച്ചെടുക്കരുതായിട്ടിക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമായി. അപ്പൊ മക്ക ഫത്ത് മുസ്ലിമീങ്ങളെ കീഴിൽ കിട്ടുകയുള്ള കാരണം എന്തിന് അതിൽ നടന്നതായ സംഭവം എന്തിനെ ചൊല്ലതായിട്ടിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകൊണ്ടു ഞങ്ങൾ വിടണ്ടു മക്ക വിജയത്തിക്ക് കാരണമായ ഒരു കാരണത്തിക്ക് ഹുദൈബിയ സന്ധി, ഹുദൈബിയ കരാർ. ഹിജ്റ 6ാമത്തെ വർഷത്തിലേക്ക് ഹുദൈബിയ കരാർ നടന്നത്. ഹുദൈബിയ കരാർ സംഭവം എന്തിനെ ചൊല്ലത് ഞങ്ങളെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടായി. അതായത് ഹിജ്റ 6ാമത്തെ വർഷത്തിൽ മുസ്ലിമീങ്ങ ഉംറാക്കുക വേണ്ടിയിട്ട് മക്കത്തേക്ക് എൻട്രാവോ ഭർത്താവുമ്പോ ഹുദൈബിയ ചൊല്ല ജായയിൽ മക്ക മുശ്രിക്കുമാർ തടഞ്ഞു വെച്ചാറ്, മുസ്ലിമീങ്ങളെ തടഞ്ഞു വെച്ചാറ്. നിങ്ങളെ ഞങ്ങൾ ഉംറാക്കോ ബുടില്ല ചൊന്നാറ്. അങ്ങനെ ചൊന്ന പൽക്കായിട്ടാകുമ്പോൾ ലാസ്റ്റിക്ക് അവിടെ ഒരു കരാർ നടന്നിട്ട് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറായിട്ട് എന്തെന്തേ ഇനി 10 വർഷം ഞങ്ങളുടെ യുദ്ധം നടക്കുകയില്ല. മക്ക മുശ്രിക്കുമാർ എൽദ് പാട്ടിയ കരാറിൽ ഒരു കരാറായിട്ട് എന്തെന്തേ ഇനി 10 വർഷം ഞങ്ങളുടെ യുദ്ധം നടക്കുകയില്ല. അതേപോലെ ഈ കരാറുക്ക് ആറല്ല സേറുക അവിടെ അങ്കാർക്ക് വേണമെങ്കിലും സേറാം, ഏത് ഗോത്രത്തങ്കും വേണമെങ്കിലും ಅಂಕ್ ಬೇನ್ಮಾಯೆ ಪಾಟಿರೊಟ್ಟಿಗೆ ಅಂಕ್ ಬೇನ್ಮಾಯ ಆಲ್ಮಾರೊಟ್ಟಿ ಅಂಕ್ ಸೇರಾ ಚೊಂತು ಚೊನ್ನಪ್ಪ അതിലെന്തായിട്ട് ബനൂബക്കർ ഗോത്രത്തങ്ങ കുറേശിമാരൊട്ടിಗೆ ಸೇರಿಯಾರ. ബനൂബക്കർ ഗോത്രത്തങ്ങ കുറേശിനങ്ങളൊಟ್ಟಿಗೆ എത്തിക്കറങ്ങ കൂടിയേ. അതേപോലെ ഹുസാ ഗോത്രത്തങ്ങ അങ്ങ് മുസ്ലിമീങ്ങളൊಟ್ಟಿಗೆ എത്തിക്കറാറ് ಸೇರಿಯೇ. അപ്പൊ ഈ ഹുസാ ഗോത്രത്വം ബനൂബക്കർ ഗോത്രത്തെ ഞങ്ങൾ ಇದಕ್ಕೆ ಮೊದಲು ಚೊಂದ ನೆನಪು ಬೇಕರು ಚೊಂದ ನಂಗೆ ಚೊಂತಿನ್ನ കാരണം ഇങ്ങനെയുടെ എത്തിക്കറ് പിന്നെന്താ അവിടെ മക്ക ഫത്തഹ് കാരണം അവിടെ. കാരണം ഈ ബനൂബക്കർ ഗോത്രത്തങ്ങും ഹുസാ ഗോത്രത്തങ്ങളുടെ നടുലു ജാഹിലിയ കാലഘട്ടത്തിലുണ്ടേ അർസയിന്ത് അങ്ങനെ നടുಲು എന്തിനിന്ത് പകയിന്ത് വിദ്വേഷയിന്ത് അങ്ങ
കിട്ടുന്ന ടൈം എപ്പ കിട്ടു അപ്പങ്ങ എന്താക്കി ഇന്നാർ അടിച്ചു പോന്നു ഇന്നാർ. അപ്പൊ ഇവിടെ ഹുസാ ഗോത്രത്തങ്ങ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തില് ജോയിൻ ആയിടാറ്. അതേപോലെ ബനൂ ബക്കർ ഗോത്രത്തങ്ങ ഖുറൈശിമാരൊട്ടിಗೆ എത്തിക്കര് ജോയിൻ ആയി. അപ്പൊ അങ്ങും ഈ കരാർ അടിസ്ഥാനത്തിൽ ഉള്ളാറ്. അപ്പൊ ഇങ്ങനെ ഇക്കുമ്പോഴത്തേക്ക് ഹിജ്റ 8ാമത്തെ വർഷ ഷാബാൻ തിങ്കളില് വത്തീർ ചൊല്ല ജാഗ്യല് ബനു ഗോത്രത്തെ നൗഫൽ ഇബ്നു മുആവിയ ചൊല്ലറോ ആളുടെ നേതൃത്വത്തില് ഒരു സംഘ ആൾമാര് മുസ്ലിമീങ്ങളെ പക്ഷത്ത് ഇന്നെ ഹുസാ ഗോത്രത്തങ്ങളെ ആക്രമിക്കര്. മുസ്ലിമീങ്ങളെ ഗോത്രത്തിൽ നിന്ന് ഹുസാ അങ്ങനെ ആക്രമിക്കര്. ഈ ബനൂ ബക്കർ ഗോത്രത്തങ്ങ എന്താക്കര് ഹിജ്റ 8ാമത്തെ വർഷത്തില് ഈ കരാർ ഉണ്ടു. ഹുദൈബിയ കരാർ ഉള്ളൊಡೆಗೆ ഈ ബനൂ ബക്കർ ഗോത്രത്തങ്ങ ഹുസാ ഗോത്രത്തങ്ങളെ മേലെ അറ്റാക്ക് ആക്കിട്ടിക്കര് നമുക്ക് കാണ്ടേ. അപ്പൊ ഈ ആക്രമണത്തിൽ എന്താക്കിയാറ് മക്കത്തെ ഖുറൈശിമാർ ബനൂ ഗോത്രത്തങ്ങൾക്ക് ആയുധ കൊടുത്തിട്ടു സഹായിക്കാറ്. മക്കത്തെ ഖുറൈശിമാർ എന്താക്കിയാറ് ആയുധ കൊടുത്താറ്. അതേപോലെ മക്കത്തെ മുഷ്രിഖ്മാർ കുറെ ആൾമാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൽ വന്നാറ് ജാവല്ലെ ചിമ്മല്ലെ ഈ ചിമ്മൽ ആറും ഗൊന്താവില്ലാണ്ട് നിർച്ചിട്ട് ബനൂ ബക്കർ ഗോത്രത്തങ്ങളൊട്ടിಗೆ ಸೇರಿട്ട് ഹുസാ ഗോത്രത്തങ്ങളെ അറ്റാക്ക് ആക്കിട്ടിക്കര് നമുക്ക് കാണേ. അങ്ങനെ ഹുസാ ഗോത്രത്തില് പെട്ട് ചൊമ്മ ആൾമാർ മരിച്ചാറ്. ചൊമ്മ ആൾമാരെ അങ്ങ് കൊന്നാറ്. അങ്ങനെ ഹുസാ ഗോത്രത്തെ കുറെ ആൾമാർ എന്താക്കിയ മസ്ജിദുൽ ഹറമുക്ക് പോയിട്ട് അവിടെ എന്താക്കിയാറ് ബച്ചവായാറ്. അതേപോലെ കുറെ ആൾ ഔത്തുറുൽക്ക് നോണ്ടിട്ടു. കുറെ ആൾമാരെ ഔത്തുറുൽക്ക് നോണ്ടിട്ടു ബച്ചവായ. അങ്ങനെ കുറെ ആളായിട്ട് അങ്ങനെ ഒരു അക്രമ അവിടെ നടന്നത്. അപ്പൊ ഇതെന്തായിട്ട് ഹുദൈബിയ കരാറിലാക്കിയതായ ആ കരാറിന്റെ ലംഘന ഇത്തവിടെ അല്ലെ. ഹുദൈബിയത്തിൽ 10 വർഷം യുദ്ധില്ലാണ്ട് കരാറിഞ്ഞത് ആ കരാർ എന്താക്കിയാറ് ഖുറൈശിമാർ ലംഘിച്ചാറ്. ആ ഖുറൈശിമാർ അതിരെ ഇല്ലാണ്ടാക്കിയാറ്. അങ്ങനെ ഈ അക്രമയിൽ പിന്നെ പിറ്റാണ്ട് ഹുസാ ഗോത്രത്തെ അംറിബ്നു സാലിം ഇയാള് ಬೇಗ മദീനത്തിക്ക് ಬಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೊಟ್ಟಿಗೆ ವಿಶೇಷ ಉಂಟು. ബനൂ ബക്കർ ഗോത്രത്തങ്ങ ഞങ്ങളെ ആക്രമിച്ചിറാറ് ഇന്നലെ. അതേപോലെ തെല്ലേറെ ಬಿಟ್ಟಿಟ್ಟು ഹുസാ ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ള ബുദൈൽ ഇബ്നു വർക്ക ഒരു സംഘ ആൾമാരൊട്ടിಗೆ അയാളും മദീനത്തിക്ക് ಬಂತು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರൊಟ್ಟಿಗೆ ചൊന്തു, നബിയെ ഇങ്ങനെ ഞങ്ങളെ അങ്ങ് ആക്രമിച്ചാറ്, ഞങ്ങളെ ചൊമ്മത്താൾമാരെ കൊന്നാറ്. അപ്പൊ ಇದಕ್ಕೆ ബദൽ തീർക്കൊന്നു ചൊന്തു. നബിരൊട്ടിಗೆ ആവശ്യപ്പെട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങക്ക് സഹായ കിട്ടറ് തങ്ങളൊട്ടിಗೆ ചൊന്തു, നിങ്ങക്ക് സഹായ കിട്ടറ്. അപ്പൊ എന്തിരെ കരാറ് ലംഘിച്ചതായിട്ട് കാണാം. അപ്പൊ ലംഘന അവിടെ സ്പഷ്ടമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಅದಕ್ಕೆ ബദൽ തീർക്കുകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്ലാൻ ആക്കിയത്. അപ്പൊ ഇവിടെ മക്ക മുശ്രിക്കുമാർക്ക് എന്തേര് ಅಂಕ പേടിയാവും സ്റ്റാർട്ട് ചെയ്ത്. മക്ക മുശ്രിക്കുമാർ മുന്നത്തെ പോലെ മുസ്ലിമീങ്ങളെ അറ്റാക്ക് ആക്കുന്ന ഒരു അവസ്ഥയിൽ ഇല്ലാന്ത്. മക്ക മുശ്രിക്കുമാരുടെ അവസ്ഥ മുന്നത്തെ പോലെ അല്ല. മുന്നലുണ്ടായെങ്കിൽ മക്ക മുശ്രിക്കുമാർ ഭാരി ധൈര്യത്തിലും അതേപോലെ മദീനത്ത് വന്ന് മുസ്ലിമീങ്ങളെ കൊല്ലുരണ്ടെല്ലാം ആക്കി ഇന്നാർ. ബട്ട് ഇപ്പൊ അവസ്ഥ ചേഞ്ച് ചെയ്തു. മുസ്ലിമീങ്ങ ഇപ്പൊ സ്ട്രോങ് ആയിടാറ്. എങ്ങനെ മുഅ്ത യുദ്ധത്തില് റോമറങ്ങളൊട്ടിಗೆ യുദ്ധാക്കി അങ്ങായിട്ടിക്കാർ മുസ്ലിമീങ്ങ. 3000 ചില്ലറ ആൾമാർ 2 ലാഖ് ആൾമാരൊട്ടിಗೆ ആ റോം സാമ്രാജ്യത്തങ്ങളൊട്ടിಗೆ യുദ്ധാക്കിട്ടാകുമ്പത്തുകു മക്ക മുശ്രിക്കുമാർക്ക് അതിൽ ഇത്ര വലിയ സൈന്യത്തെ മുസ്ലിമീങ്ങ അറ്റാക്ക് ആക്രമ അതിൽ വിജയിച്ചു വന്നിരമാ ചൊന്ത് അത്ഭുതപ്പെട്ടുന്നാർ. അപ്പൊ ആ ഒരു കാരണത്തില് മുസ്ലിമീങ്ങളൊട്ടിಗೆ യുദ്ധാക്കരുതെന്നല്ല, അത് ഞങ്ങൾക്ക് സാധ്യല്ല ചൊന്ത് അങ്ങക്ക് അങ്ങനെ മനസ്സിലായി. അങ്ങനെ ആയപ്പോൾ അങ്ങ് പേടിച്ചെന്നാർ. അപ്പൊ ഈ പേടി വന്നപ്പോ എന്താക്കിയാർ മക്കത്തെ മുശ്രിക്കുമാർ ಬೇಗ ಅಬೂ ಸುಫಿಯಾನ್ ರೇ ಮದೀನತ್ತಿಗೆ ಕಟ್ತಾರ. ನಬಿರೊಟ್ಟಿಗೆ ಪಲ್ಕ ಬರೆಯೋ ಎಂದ್ರೆ ಈ ಹುದೈಬಿಯ ಕರಾರ್ ರೇ ವಾಪಸ್ റിന്യൂ ആക്കുകയും അതേപോലെ ആ കാലാവസ്ഥ നീട്ടുകയും, അതായത് 10 വർഷം ഇന്നത് എനിമത്തല്ലി 6 ആക്കുകയും അങ്ങനെ കുറെ പൽക്ക പറയുകയായിട്ട് അബൂ സുഫിയാൻ എന്താക്കാർ മക്കത്തെ മുശ്രിക്കുമാർ മദീനത്തിക്ക് കടത്തറ. അങ്ങനെ അബൂ സുഫിയാൻ മദീനത്തിക്ക് പണ്ട് ആ മദീനത്തിക്ക് പോണ്ട നടുലു ബുദൈൽ രംഗ കിട്ടാർ. ഹുസാ ഗോത്രത്തെ ബുദൈൽ രംഗ കിട്ടാർ. ബുദൈൽ രംഗ മദീനത്തെ ಬಂಡೆ ಎಂದ್ರೆ ನಬಿರೊಟ್ಟಿಗೆ ಕಂಪ್ಲೇಂಟ್ ಹಾಕಿಟ್ಟು ಬಂಡೆ ತೆರುವೈಟಿಕ್ರು. ಅಪ್ಪ ಅಬೂ ಸುಫಿಯಾನ್ ಬುದೈಲ್ ರೊಟ್ಟಿಗೆ ನಿಂಗೆ ಎವ್ಡ್ರೆ ಬಂಡೆ. ಅಪ್ಪ ಬುದೈಲ್ ಚೋಳ್ರು ನಂಗೇನೆ ಮೇ ಚುತ್ತಿತ್ತು ಇങ്ങനെ ತೆಲ್ಲ ಅಪರಿಪರ ಹೋಗಿ ಬರೋಗೈಟ್ಟು ನಂಗೆ ತೆಲ್ಲ ಅಪರಿಪರ ಚುತ್ತೋಗೈಟ್ಟು ಬಂದರೆ ಚೊಂತಂಗ ಚೊನ್ನಾರ್.
അപ്പൊ അബു സുഫിയാനക്ക് ബുദൈലിന്റെ പൽക്ക് എന്തായിട്ടില്ല, നമ്പിക്ക വന്നില്ല. അങ്ങനെ ബുദൈലിറങ്ങ പോയാൽ പിന്നെ ಬುದೇಲ್ರಂಗಲೆ ಆ ಒಂಟೆ ಕೊರಿಯ ಎಂದ್ರೆ ತಿಂತು ಆ ಬಿಟ್ಟಿಟ್ಟು ತಿಂತು ಆ ಬಿಟ್ಟ ಒಡಚು ನೋಕ್ಯಪ್ಪ ಆದರೆ ಈತ ಬಲ್ತೆ ಬಿತ್ತಿಂತ ಆ ಈತ ಬಲ್ತೆ ಬಿತ್ತು മദീനത്തെ ബിത്തൈത്തിന്ത്. അപ്പൊ അബു സുഫിയാൻക്ക് പിടിയെത്തി. ഇപ്പൊ ബുദൈല് നബിരൊട്ടിಗೆ പോയിട്ട് മദീനത്തേക്ക് പോയിട്ട് കംപ്ലൈന്റ് ആക്കി ಬಂಡೆ ತೆರುಂಟು അബു സുഫിയാൻക്ക് പിടിയെത്തി. അങ്ങനെ അബു സുഫിയാൻ സീദ പിന്നെ മദീനത്തേക്ക് പോണ്ടു. മദീനത്ത് ഇപ്പൊ മുന്നത്തെ പോലെ എന്തല്ല യുദ്ധത്തെ അന്തരീക്ഷ അല്ല, കരാറുണ്ട്. അപ്പൊ കരാർ അടിസ്ഥാനത്തിൽ ആർക്കും കുറേശ്ശിറക്ക് മദീനത്തേക്ക് എന്തെ പേടിക്കാണ്ടേ ഉൾഗനൂല. അപ്പൊ അങ്ങനെ സബൽ അബു സുഫിയാൻ എന്തായിട്ട് മദീനത്തേക്ക് ಬಂತು. അങ്ങനെ ಬಂದಪ್ಪ ಸೀದ ಬಂಡೆ ಆರೊತ್ತಿಗೂ ಮೋಲು ಉಮ್ಮು ಹಬೀಬ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ರೌತುಗೆ ಇಟ್ಟಿಕ್ಕರು ಅಬು ಸುಫಿಯಾನ್ ಬಂಡು. ಅല്ലെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബു സുഫിയാൻ മോലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായി. അല്ലെ ഉമ്മു ഹബീബരെ നേരായ പേരെಂದ್ರೆ റംലത്ത് ബിൻത് അബി സുഫിയാൻ. അപ്പൊ മോൾ റൗത്തുಗೆ ಇಟ್ಟಿಕ್ಕರು റസൂൽ അബു സുഫിയാൻ മോൾ റൗത്തുಗೆ ಇಟ್ಟಿಕ್ಕರು ಬಂಡು. അങ്ങനെ മോൾ റൗത്തിങ്ങനെ ಬಂದಪ್ಪ അവിടെ ഒരു സംഭവം നടക്കರು. അത് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു സംഭവം ഇട്ടിക്കറ്. എന്തൊരു ചൊന്നെങ്കിൽ അബു സുഫിയാൻ ഔത്തു പറമ്പത്തുക ദൈക്കിര ജാഗിൽ ഒരു തുണിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തട്ട. അങ്ങനെ അബു സുഫിയാൻ ബണ്ടിന്ന് നോക്കിട്ടേ മോൽ എന്താക്കിയാല്, അതായത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ആ തട്ടത്തെ എടുത്തിട്ട് മടക്കി വെച്ച് തൈമ. അപ്പൊ അബു സുഫിയാൻ ഇത് നോക്കിട്ട് കേക്കറ്, എന്തുക്ക് നാ പറമ്പത്തേക്ക് ഈ തട്ട നീ മടക്കി വെച്ചേ, ഇതിൽ നാണ് ദൈക്കു അർഹപ്പെടാത്ത സബുല, അതല്ല ഇത് നക്ക് അർഹപ്പെടാത്ത സബുല. അതായത് നാണ് നക്ക് ദൈക്കു അർഹപ്പെടാത്ത സബുല അല്ല, നാണ് ദെച്ചെങ്ക് ആ തട്ടത്ത് എന്തെങ്കിൽ ഇതാവുട് ചൊന്ത എന്ത് അങ്ങനെ എന്ത് കേക്കറ് അബു സുഫിയാൻ മോൾറൊട്ടി കേക്കറ്. അപ്പ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മോലു അബു സുഫിയാൻ മോൽ ചൊല്റേ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചൊല്റു, നിങ്ങക്ക് ഈ തട്ടത്തിൽ അർഹപ്പെടാത്ത സബല, ഇതിൽ ദൈക്കു നിങ്ങക്ക് അർഹപ്പെടാത്ത സബല ഇട്ടിക്കറ് ഈ തട്ടത്തെ നാ എടുത്തേ. കാരണം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ട, നബിയുടെ ദർജന്ദ്ര് നിങ്ങളെ ദർജന്ദ്ര്, നിങ്ങൾ മുഷ്രിക്കായിട്ടിക്കറാർ, നിങ്ങൾ നജസായ ആൾമാറായിട്ടിക്കറാർ. അങ്ങനെ സബുല് നിങ്ങക്ക് ഈ തട്ടത്തിൽ ദൈക്കു ഒരു അർഹത്വം ഇല്ല ചൊന്ത ഇട്ടിക്കറ് ഈ തട്ടത്തെ എടുത്തിട്ട് നാ മടക്കി വെച്ച ചൊന്തു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവിടെ ചൊല്றது കാണൂ സാധ്യം. അങ്ങനെ ഏതായെങ്കിലും അബു സുഫിയാൻ എന്താക്കರು ಬನ್ನೆ ಉದ್ದೇಶ ಚೊಲ್ರು ಉಮ್ಮು ಹಬೀಬರೊಟ್ಟಿಗೆ ಬನ್ನೆ ಉದ್ದೇಶ ನಾಂಗ ಮಕ್ಕತ್ತ ಮುಶ್ರಿಕ್ಮಾರ್ ನಂಡಿങ്ങനെ കടത്തിരെ കരാറെ റിന്യൂ ആക്കുക ഇട്ടിക്കറ് ಬಂದ್ರೆ അതേപോലെ ഞങ്ങളൊട്ടിಗೆ തപ്പ് സംഭവിച്ചിട്ട് അങ്ങനെ സബുൽ ಅದಕ್ಕೆ നിങ്ങൾ മാഫ് തർന്നു ചൊന്തല്ല ചൊല്ലുക ഇട്ടിക്കറ് ಬಂದ್ರೆ. അപ്പൊ ಐಮ ಚೊಲ್ರು ಉಮ್ಮು ಹಬೀಬ റളിയല്ലാഹു അൻഹ ചൊല്ലു, നിങ്ങൾ ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ മേ പൽക ಬರಿಯೋರು ചൊന്തു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചൊല്ಲು. അങ്ങനെ പിന്നെ അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുല്ലേಂಟು അന്വേഷിച്ചിട്ട് നബിരൊട്ടിಗೆ ഡയറക്റ്റ് പോണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ പോയിട്ട് പൽക ಬರ್ರು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി ചൊല്റു, നബിയെ ഞങ്ങളൊട്ടിಗೆ തപ്പ് സംഭവിച്ചിട്ട് ഞങ്ങത് ഒപ്പുറ, അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് മാഫാക്കണു, അതേപോലെ ഈ കരാറ് ಏನೋರ್ಕ നിങ്ങൾ റിന്യൂ ആക്കണു ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും ആൻസർ കൊടുത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും മുണ്ടില്ല. അങ്ങനെ സീത പിന്നെ അബു സുഫിയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുട്ട പോണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഇതേ വിഷയം ചൊന്നപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നക്കെന്തും ചൊല്ലുകില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും ചൊന്നിട്ടില്ലാണ്ടെങ്കിൽ നക്കും എന്തു ചൊല്ലുകില്ല. അങ്ങനെ പിന്നെ സീത അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മുട്ട പോണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, നിങ്ങൾ നബിരൊട്ടിಗೆ പൽക ಬರಿಯೋರು ഈ കരാറിനെ ಏನೋರ್ಕ റിന്യൂ ആക്കുക ചൊല്ലോರು. അപ്പ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കിയത് ഭാരി അർസത്തിലെന്ത് ഉമർ റളിയല്ലാഹു അൻഹു ಯಾರಮೇ ಅರ್ಸത്തിൽ ചൊന്തു ആ ഉല്ല കരാർക്ക് എന്തെങ്കിലും സംഭവിക്കട്ട് ചൊന്ത ഇട്ടിക്കറ് നാ ബിയർച്ചോല്ലേ. അതായത് ഇപ്പ ഉല്ല കരാറ് അതേ ഇല്ലാണ്ടാവുക ഇട്ടിക്കറ് നാ ബിയർച്ചോല്ലേ, നിക ಬಂತು ನನ್ನೊಟ್ಟಿಗೆ ನಬಿರೊಟ್ಟಿಗೆ ಪಲ್ಕರಿ ಚೊಲ್ರಮ್ಮ ಪೋರುಡ್ರಿ ಚೊಂತು ഉമർ റളിയല്ലാഹു അൻഹു അർസത്തിലെ പൽക്കറിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അബു സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ സീത പോണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുട്ട. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റെസ്പോണ്ട് ആക്കിയിട്ടില്ല. ലാസ്റ്റ് അലി റളിയല്ലാഹു അൻഹു മുട്ട പോണ്ടു. അലി റളിയല്ലാഹു അൻഹു ചൊല്റു, നമുക്ക് എന്തും ചൊല്ലുകില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തീരുമാനാക്കിയാൽ പിന്നെ ഒരു കാര്യം തീരുമാനാക്കിയാൽ പിന്നെ ഞങ്ങളെ ഒരു അഭിപ്രായം നമുക്ക് ചൊല്ലുകില്ല, നിങ്ങളുടെ ജാഗ ബുഡ്രതെ ഇട്ടിക്കറ് നിങ്ങൾക്ക് ഖൈർ ചൊന്തു. അലി റളിയല്ലാഹു അൻഹു എന്താക്കറ് അബു സുഫിയാൻ റൊട്ടിಗೆ ചൊല്റു. അങ്ങനെ അബു സുഫിയാൻ ഈ ബന്നതിക്ക് എന്തും ഒരു ലാഭ ഇല്ലാണ്ടെ ഇത് ഫെയിൽ ആയിട്ടിക്കറ്. അതായത് നാ ಬಂತು കാറില്ല ചൊന്തു മനസ്സിലായാൽ പിന്നെ
അബു സുഫിയാൻ ബാരി ഒരു ബേജാറിലും അതേപോലെ ദുഃഖത്തിലും മദീനത്തെ പിന്നെ സീത മക്കത്തുക്ക് റിട്ടേൺ പോണ്ടു. മക്കത്തെ മുഷ്രിക്കുമാർ അബു സുഫിയാന്റെ കാത്തോ ഉള്ളാർ ಎಂದ್ರೆ ನ್ಯೂಸ್ ಕಿಟ್ರಿ ನಬ್ಸಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಅದಕ್ಕೆ ಒಪ್ಪಿರ ಚೊಂತು ಅಂಗ ಅವಡೆ ಅಬು ಸುಫಿಯಾನ್ರ ಪಲ್ಕಕ್ಕೆ ಕಾತೋ ಇನ್ನ അങ്ങനെ അബു സുഫിയാൻ വന്നപ്പ എല്ലാരും ചുത്തുകൂടിയാറ് എന്തൊരു വിഷയം ಅಂತ കേട്ടപ്പ അബു സുഫിയാൻ വിഷയം നടന്നത് ചൊന്തു നബിരൊട്ടിಗೆ പൽക്ക പറഞ്ഞ അബൂബക്കർ അല്ലാഹുവിനോട് പൽക്ക പറഞ്ഞ ഉമർ അല്ലാഹുവിനോട് പൽക്ക പറഞ്ഞ ഒരു റെസ്പോണ്ടും ഇല്ല എന്തും ഒരു കാര്യമില്ല ചൊന്തയിട്ടിക്കറ് അബു സുഫിയാൻ അങ്ങോട്ടേക്ക് ചൊന്നു കൊടുത്തു. മക്ക മുഷ്രിക്കുമാർക്ക് ഭയങ്കര പേടിയാവും സ്റ്റാർട്ട് ചെയ്തു. എപ്പ എന്തിര സംഭവിക്കും ചൊല്ലുക സാധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിര തീരുമാനാക്കിരണ്ടും ആർക്കും പിടില്ല. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിട്ടിക്കറ് അങ്ക് സംഭവിച്ച ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു സൈന്യരെ എടുത്തോണ്ട് മക്കത്തുക്ക് പർത്താവുക പ്ലാൻ ആക്കി വിന്ത്. ಇದಕ್ಕೆ ಬದಲಾയിട്ട് അതായത് ആ കരാർ അങ്ങ് ലംഘിച്ച സബലു ಅದಕ್ಕೆ ಬದಲಾയിട്ട് ഇനിയൊരു വലിയ ഒരു സൈന്യത്തെ റെഡിയാക്കിയിട്ട് മക്കത്തുക്ക് എൻട്ര ആവണം ചൊല്ലുற പ്ലാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കി വിന്ത്. മാത്ര അത് ആർക്കും ഗൊന്താവുത്തീര. മക്ക മുശ്രിക്കുമാർക്ക് ഗൊന്താവാത്ത രൂപത്തിൽ അവിടെ പോയിട്ട് എത്തണം ചൊല്ലുற പ്ലാൻ ಐತಿಕ್ಕರು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമರ പ്ലാൻ. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുறது കാണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കിയ ഹദീസിലെ കാണ്ട് ಪರ್ತಾವ್ರೇಕ್ 3-4 മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ചൊന്തിന്ത് ಅಂದ್ರೆ ನೀನು ರೆಡಿ ಆയിട്ട് ನಿಲ್ಲುಂಟು, ನೀನು ರೆಡಿ ಆയി ತಿಕ್ಕುಂಟು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ ചൊന്തിന്ത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ ಔತುಗೆ ಬನ್ನಪ್ಪ ಮೋಲ್ಡ್ರ ಔತುಗೆ ಬನ್ನಪ್ಪ ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹರೊಟ್ಟಿಗೆ ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಕೇಕ್ರು ಎವಡಿಗೆ ಬರ್ತಾವಡೆ ಎಂದಿಗೇನೆ ರೆಡಿ ಅವ್ರೆ. ಅಪ್ಪ ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹ ಚೊಲ್ರು ನಕ್ಕು ಬಿಡಿಲ್ಲ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಂದಾಕಿರು ರೆಡಿ ಆവുಗು ಚೊಂದು വെച്ചിರು ಎವಡಿಗೆ ಎಂದ್ರೆಂಟು ನಕ್ಕುಂ ಬಿಡಿಲ್ಲ ಚೊಂತು ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹ ചൊല്றது ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. അങ്ങനെ എന്തായിട്ട് പോണ്ടണ്ട് സുബൈഗൈത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് മക്കത്തുക്ക് ഞങ്ങ പർത്താവരെ ചൊന്തു ഉള്ള വിഷയ സഹാബിരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പാട്ട്. അങ്ങനെ സഹാബിരങ്ങളെല്ലാവരും റെഡി ആയിട്ട് ബണ്ടാറ് ആയുധെല്ലാം പിടിക്കാറ് വലിയ ഒരു സൈന്യത്തെ ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പർത്താക്ക് പാട്ടറ് 10,000 ചില്ലറ സഹാബിമാരെ ഇട്ടിക്കാറ് ഒട്ടിಗೆ പോണ്ടി. ഇത്രത്തോലുള്ള യുദ്ധത്തില് എല്ലാ തണ്ടി വലിയ ഒരു സൈന്യ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെഡിയാക്കറ്. ഉള്ള ഗോത്രത്തങ്ങ് എല്ലാവരും മദീനത്തിൽ ഏതെല്ലാം ഗോത്രം ഉണ്ടാ, അതായത് മുസ്ലിം ആയിട്ടുള്ള ഏതെല്ലാം ഗോത്രം ഉണ്ട് ആ ഗോത്രത്തങ്ങ് എല്ലാവരും പിടിച്ചിട്ടിരിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പർത്താവുക ഉദ്ദേശിക്കര്. അങ്ങനെ 10,000 ചില്ലറ സഹാബിമാറിട്ടിക്കറാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ പോണോ ಬರ್ತಾವ್ರೆ. ಮಾತ್ರ ನಬಿಗೆ ഒരു കാര്യം നിർബന്ധിಂತಂದ್ರೆ ഇതാർക്കും ഗൊಂತಾവുತ್ತೀರ, ഇത് രഹസ്യമായിട്ട് ബേക്കുന്നു ചൊന്തുള്ള ഒരു കാര്യം നബിಗೆ അത് ಬೇಣಿಂತ. അങ്ങനെ സബൽ അല്ലാഹുരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവീറ്റി ദുആർക്കർ, അല്ലാഹുവേ ഞങ്ങളെ ഈ പോക്കു മക്കത്തെ മുശ്രിക്കുമാർക്ക് നീ ഗൊಂತಾಕಬಾಟಂಡ, ಇದರ ರಹಸ್ಯಮಾಕಿ ಬೈ ಚೊಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കർ അല്ലാഹുരൊട്ടിಗೆ ദുആർക്കർ. അങ്ങനെ ദുആർന്നിട്ട് മദീനത്തെ ഒരു റമളാൻ തിങ്കളിലേറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളെ പിടിച്ചോണ്ടെ മദീനത്തെ മക്കത്തുക്ക് പർത്താവറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം കണ്ണ് കാണാത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമറോ മദീനത്തെ നേതൃത്വം കൊടുത്തിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മക്കത്തുക്ക് പർത്താവറ്. രഹസ്യമായ പോക്കൈത്തിന്ത് മക്ക മുശ്രിക്കുമാർക്ക് പിടില്ല, മുസ്ലിമീങ്ങ ബണ്ടത് മക്ക മുശ്രിക്കുമാർക്ക് പിടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ മദീനത്തെ പർത്തായിട്ടും മക്ക മുശ്രിക്കുമാർക്ക് എന്തില്ല അങ്ങ് ബന്നു ഉള്ളാറ് ചൊല്ലത് പിടില്ല. മാത്ര മുശ്രിക്കുമാർക്ക് പേടിന്ത് മനസ്സിൽ എപ്പ വേനും ബറുവാറ് എന്ത് വേനും ആക്കുവാറ് ചൊല്ലുற പേടി മുശ്രിക്കായ ആൾമാരുടെ മനസ്സിൽ ആ ഒരു പേടി എന്ത്. അങ്ങനെ ഈ പോണ്ട് തെറിലേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വഹീബണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലരെ വഹീബണ്ട്. നബിയും സാബിരങ്ങ മദീനത്തെ മക്കത്തുക്ക് പർത്തയിടാറ്. അങ്ങനെ പോണ്ട് തെറിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വഹീബണ്ട്. എന്തിനാ വഹി? ഇന്ന തോട്ടത്തവിടെ ഒരു പെണ്ണുള്ളാള്, ആ പെണ്ണുരൊട്ടിಗೆ ಅವಳ ಕೈಲಿ ഒരു ಲೆಟರ್ ಉಂಡು. ಲೆಟರ್ ಎಂದ್ರೆ ಮುಸ್ಲಿಮಿಂಗ ಬನ್ನೋ ಉಲ್ಲಾರ ಚೊಂತು ಮುಶ್ರಿಕುಮಾರ್ಗೆ ಅರಿಪಾಟ್ರ ഒരു ಲೆಟರ್ ಆ പെണ്ണുರ ಕೈಲುಂಡು ಚೊಂತು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲയുടെ വഹി
ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എത്തുപാട്ട്. அதாவது ஹாக்கு சொல்ற ஒரு தோட்டம், ஆ தோட்டத்தோட ஒரு பெண்ணரொட்டிக ஒரு லெட்டர் உண்டு. எந்த லெட்டர்? മുശ്രിക്കറങ്ക് എത്തുപാട്ടേ മുസ്ലിമിങ്ങ ബന്നു ഉള്ളാറ് ചൊല്ലുന്ന ലെറ്റർ അവളുടെ കയ്യിലുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗ അലി റളിയല്ലാഹു അൻഹുയും സുബൈർ റളിയല്ലാഹു അൻഹുയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മൂന്നാളിനെ വിളിച്ചിട്ട് ആ തോട്ടത്തോടെ പോയിട്ട് ആ പെണ്ണിന്റെ കയ്യിൽ ലെറ്റർ എടുത്തു പറഞ്ഞു ചൊന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മൂന്നാളിനെ കടത്തത്. അലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് ഹദീസിൽ കാണ്ട് ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന വസ്സുബൈർ വൽ മിഖ്ദാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നണ്ടും സുബൈറും മിഖ്ദാദറും ഞങ്ങൾ മൂന്നാളിലും നബി കടത്തിത്ത്. ഫഖാല നബി ചൊന്തു ഇൻതലിഖു ഹത്താ തഅതു റൗളത്തൽ ഖാഖ്. ഖാഖ് ചൊല്ലുற ഒരു തോട്ടത്തോടെ ഒരു പെണ്ണുള്ളാൾ അവിടേക്ക് നിങ്ങൾ പോറു. ഫഇന്ന ബിഹാ ലഈനതൻ മഅഹാ ഫഇന്ന ബിഹാ ലഈന അവിടെ ഒരു പെണ്ണുള്ളാൾ മഅഹാ കിതാബുൻ അവളുടെ ഒരു ലെറ്റർ ഉണ്ട്. ഫഖുദു മിൻഹാ ആ ലെറ്റർ നിങ്ങൾ എടുത്തു ബറു ചൊന്തു. അലി റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അങ്ങനെ ഈ മൂന്ന് സഹാബിരങ്ങ വേഗ ആ തോട്ടത്തെ മുട്ട പോണ്ടാർ. റൗളത്തുൽ ഖാഖ്, ഖാഖ് ചൊല്ലുற തോട്ടത്തോടെ പോണ്ടാർ. അവിടെ പോയിട്ട് നോക്കുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ അവിടെ ഒരു പെണ്ണിന്നാള്. അങ്ങനെ ആ പെണ്ണുരൊട്ടിಗೆ പോയാറ്. അലി റളിയല്ലാഹു അൻഹു കേക്കറ് അഖ്രിജി അൽ കിതാബ്, നിന്റെ ഒട്ടിയുള്ള ലെറ്റർ പർത്തടി, നിന്റെ ഒട്ടിയുള്ള ലെറ്റർ താ. അപ്പൊ ആ പെണ്ണ് ചൊല്ലാല് മാ മഅയ കിതാബ്, നന്റെ ഒട്ടിക്ക് ഒരു ലെറ്ററും ഇല്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ ബാക്കിന്റെ സാബിരങ്ങ എന്താക്കാറ്, അവളുടെ ബാഗെല്ലാം പരിശോധിക്കാറ്, അവളുടെ കെട്ടുമുട്ടെല്ലാം പരിശോധിക്കാറ്. നോക്കുമ്പോഴത്തേക്ക് ഒരു ലെറ്റർ കിട്ടിട്ടില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കലവ് ചൊല്ലുற ഒരാളല്ല. എന്തായാലും നബി നിന്റെ ഒട്ടിക്ക് ഒരു ലെറ്റർ ഉണ്ടുണ്ടു ചൊന്നിരെങ്കിൽ ആ ലെറ്റർ ഉണ്ട്. അപ്പൊ നീനെന്താക്ക് ലത്തുഖ്രിജന്നൽ കിതാബ്, നീനേറ്റ് ആ ലെറ്റർ ഞങ്ങളെ കയ്യിൽ തന്നെ കൈത്ത്. ഔ ലനുൽഖിയന്ന സിയാബ്, അല്ലെങ്കിൽ നിന്റെ ഡ്രസ് മാറ്റിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കണാവൂ എവിടെ എടുത്തു വെച്ചാ ചൊല്ലുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നിക്ക് ലെറ്റർ തണ്ടത് നല്ല ഇട്ടിക്കറ് ചൊന്തു. അലി റളിയല്ലാഹു അൻഹു ആ പെണ്ണൊരു ചൊല്ല. അപ്പ ഇട്ടിക്കറ ആ പെണ്ണെന്താക്കറേ അവളുടെ മുടിരെ കെട്ടില് ആ ലെറ്റർ എടുത്തു വെച്ച് തിന്നാല് ആ മുടിരെ കെട്ടറെ ലെറ്റർ എടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കാറ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ ലെറ്റർ എടുത്തോണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടബണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലെറ്റർ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കു അതിലുള്ളെന്തരെ മിൻ ഹാത്തിബ് ഇബ്നു അബി ബൽത ഇലാ നാസിൻ ബിമക്കത മിനൽ മുശ്രിക്കീൻ. ഹാത്തിബ് ഇബ്നു അബി ബൽത എൽദർദായ ലെറ്റർ ഇട്ടിക്കരിത് ആർക്ക്? മുശ്രിക്കായ മക്കത്തെ മുശ്രിക്കായ ആൾമാർക്ക് ಐಟಿಕ್ರಿ ಇದು ಲೆಟರ್ ಎಂದ್ರೆಂಟುಲ್ಲೆ ಅದಲ್ಲಿ ಇದಾ ಮುಸ್ಲಿಮಿಂಗ ಬನ್ನು ಉಲ್ಲಾರು ನಿಂಗ ಜಾಗೃತ ಐತಿ ನಿಕ್ಕೋರು ಚೊಂತುಲ್ಲೆ ಆ ಒಂದು ಲೆಟರ್ ಐಟಿಕ್ರಿ ಆರೆಲ್ದಿರೆ ಹಾತಿಬ್ ಇಬ್ನ್ ಅಬಿ ಬಲ್ತಾ റളിയല്ലാഹു അൻഹു സഹാബി ಐಟಿಕ್ರಿ ബദ്ർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി നല്ല ഇഖ്ലാസിന്റെ സഹാബി ಐಟಿಕ್ರಿ മുനാഫിക്കല്ല നബിരൊട്ടിಗೆ മേ ഖിദ്മത്ത് എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ നല്ല രീതിയിൽ ഫോളോ ആക്കി അതേപോലെ അല്ലാഹുവരെ പേടിക്കരെ നല്ല ഒരു സഹാബി ಐಟಿಕ್ರಾರು ಹಾತಿಬ್ ಇಬ್ನ್ ಅಬಿ ಬಲ್ತಾ റളിയല്ലാഹു അൻഹു. ഹാത്തിബ് ഇബ്നു അബി ബൽത ಐಟಿಕ್ರಿ ഈ പെണ്ണിന്റെ കയ്യിൽ ഈ ലെറ്റർ കൊടുത്തരെ എന്തിരെ മക്ക മുശ്രിക്കുമാർക്ക് ഈ ലെറ്റർ എത്തുപാട്ടൊന്നും ചൊന്തുള്ളത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലെറ്റർ നോക്കിയപ്പ ഹാത്തിബിനെ വിളിക്കർ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു വിളിക്കർ, യാ ഹാത്തിബ് മാ ഹാദാ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു കേക്കർ, ഹാത്തിബ് ഇതെന്തിര അവസ്ഥ, ഇങ്ങനെ ലെറ്റർ എഴുതി കാരണം എന്തിര്? അപ്പ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലാ തഅജൽ അലയ്യ, നിങ്ങൾ നിന്റെ മേൽ അർജന്റ് ആക്കണ്ട, അതായത് നക്ക് പണിഷ്മെന്റ് തറുകയിട്ട് നിങ്ങൾ അർജന്റ് ആക്കണ്ട. ഇന്നി കുന്തു മുൽസഖൻ ഫി ഖുറൈഷ്, ನಾನು ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളല്ല, ನಾನು ഖുറൈശിമാരോടെ അതായത് മക്കത്തിൽ ഞാൻ ഇന്നിരെങ്കും ഞാൻ എന്തരല്ല ഖുറൈശി ആൾമാരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, നന്റെ കുടുംബത്തങ്ങ ഔടുള്ളാർ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ, നന്റെ കുടുംബത്തങ്ങ ഉള്ളാർ മക്കത്തിലുള്ളാർ. അപ്പൊ ഞങ്ങളുടെ പോയിട്ട് ആ മക്കത്തെ അറ്റാക്ക് ആക്കുമ്പോഴത്തേക്ക് അവിടെ യുദ്ധം നടക്കരുത്. ആ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ബാക്കിന്റെ സഹാബിരങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരു കാരണമുണ്ട്. ആ മക്കത്തെ മുശ്രിക്കർക്ക് ഒരു കാരണം എന്തിരെ എന്റെ ഒരു കുടുംബ ബന്ധ ഉല്ലസബുಲು ಬೇರೆ ಒರಾಲ ಕುಟುಂಬತ್ತಂ ಅಂಗ ತೊಡುಲ್ಲೆ ಮಾತ್ರ ನಂಡೆದ ಅಂಗನಲ್ಲ,
ನಂಡೆ ಕುಟುಂಬತ್ತಂಗ ಮಕ್ಕತ್ತಲಿಕ್ಕೊಂಬೊತ್ತಿಗೂ ನಂಗೆ ಯುದ್ಧ ಹಾಕೊಂಬೊತ್ತಿಗೂ ಅಂಗ ನಂಡೆ ಕುಟುಂಬത്തെ എവിടെയും അടിക്കുവാറാ എവിടെയും കൊല്ലുവാറാ ಅಂತ ഞാൻ പേടിച്ചേ. അപ്പൊ അത് കഴിത്ത് ഈ ഒരു ലെറ്റർ കാരണത്തിലായെങ്കും ഹാത്തിബ് ഒരു ലെറ്റർ എഴുതിരല്ലേ അങ്ങനെ വെച്ചപ്പോൾ അവന്റെ കുടുംബത്തെ ഞങ്ങൾ തുടര വേണ്ട ചൊന്ത ആ ഒരു പിർസ ബറുവായിട്ട് മാത്രം ഇട്ടിക്കറ് ഈ ലെറ്റർ നാ എഴുതിരേ അല്ലാണ്ട് ഞാൻ എന്തരല്ല വലം അഫ്അലുഹു ഇർതിദാദൻ അൻ ദീനി ഈ ദീനിൽ നിന്ന് മുർത്തദ്ദായിട്ട് ഞാൻ ലെറ്റർ എഴുതിരല്ല വല റിലൻ ബിൽ കുഫ്രി ബാദൽ ഇസ്ലാം അതേപോലെ കുഫുറെ ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഈ ലെറ്റർ എഴുതിരേ ഞാൻ ഇസ്ലാമിനെ വിട്ടു പോയിട്ടില്ല ചൊന്തു ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചൊല്ലും. അതായത് നന്റെ കുടുംബത്തങ്ങ മക്കത്തിലുള്ളാർ അപ്പൊ എവിടെയും യുദ്ധമാകുമ്പോ നന്റെ കുടുംബത്തങ്ങളെ അങ്ങ് കൊല്ലുവാറ് അത് നാ പേടിച്ച. അപ്പൊ നാ ലെറ്റർ എഴുതിയ സബലു എവിടെയും അങ്ങ് എന്താക്കുവാറ് അവൻ ലെറ്റർ എഴുതിരല്ലേ ചൊന്തു ആ ഒരു കാരണത്തിൽ നന്റെ കുടുംബത്തങ്ങ കൊല്ലാല അല്ലാണ്ട് ನಾನು ಮುರ್ತದ್ದಾಯಮ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ എതിരായിട്ട് അങ്ങ വിണ്ണാവണം ചൊന്തുള്ള ഉദ്ദേശത്തില അല്ല ഞാൻ എന്താക്കിയ ലെറ്റർ എഴുതിരേ ചൊന്ത ഇട്ടിക്കറ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുറ്. அப்ப நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றாங்க அம்மா இன்னஹு قد صدقكم அப்ப അയാൾ ചൊല്ലുന്നത് നേരെ ഇട്ടിക്കു ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിന്ന സഹാബികളോട് ചൊന്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇത് അർസവന്ത് ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചൊല്ലുന്നത് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ് അവന്റെ നിങ്ങൾ വിട്ടു തരണക്ക് ഈ മുനാഫിക്കറെ കൽക്കര നാ പാർബാട്ടെ ചൊന്ത ഇട്ടിക്കറ് ഉമർ റളിയല്ലാഹു അൻഹു അർസത്തിൽ ചൊല്ലുറേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഇന്നഹു ഖദ് ഷഹിദ ബദ്റൻ ഉമർ അങ്ങനെ പൽക്കരെ തീര അയാള് ബദ്ർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ ആളായിട്ടിക്കറ് അയാൾ ബദ്രീങ്ങളെ കൂട്ടത്തിൽ പെട്ട ആളായിട്ടിക്കറ്. വമാ യുദ്രീക ലഅല്ല അല്ലാഹ ഇത്തല അലാ മൻ ഷഹിദ ബദ്റൻ ബദ്ർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിരെ ചൊന്നരെ ഇഅമലു മാ ശഅ്തും ഫഖദ് ഗഫർതു ലക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആക്കറു ഞാൻ നിങ്ങൾക്ക് മാഫാക്കി തന്നിരാൻട്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നരെ ആനേസബൽ അല്ലാഹു അയാൾക്ക് മാഫാക്കി കൊടുത്തിട്ടിക്കു നിങ്ങൾ അങ്ങനെ പൽക്കരെ തീരാ ചൊന്ത ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചൊല്ലറ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ബുൽപുട്ടു തുണ്ടൈത്തിക്കറ് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യത. അപ്പൊ ഇത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുംതഹിനരെ ഒന്നാമത്തെ ആയത്ത് നാസിലാക്കറ് ആ ഒരു സന്ദർഭത്തിൽ ഇത്തിക്കറ് സൂറത്തുൽ മുംതഹിനരെ ഒന്നാമത്തെ ആയത്ത് എന്തരത് യാ അയ്യുഹല്ലദീന ആമനു ഏ സത്യവിശ്വാസിമാരെ ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയാ നന്റെ ശത്രുവും നിങ്ങളെ ശത്രുവായിട്ടുള്ള ആൾമാരെ നിങ്ങൾ ചങ്ങായിപ്പാടായിട്ട് സ്വീകരിക്കണ്ട. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ അങ്ങോട്ടേക്ക് നിങ്ങൾ പിർസ കാട്ടണ്ട. വഖദ് കഫറു അങ്ങ കാഫിറായ ആൾമാർ ബിമാ ജാഅകും മിനൽ ഹഖ് യുഖ്രിജൂന അർ-റസൂല വഇയ്യാകും ഹക്ക് വന്നേൽ പിന്നെ നിങ്ങളും നിങ്ങളെ റസൂലിനെ അങ്ങ് പുറത്താക്കിയങ്ങായിട്ടിക്കറാർ. എന്ത് കേട്ട് അങ്ങ് പുറത്താക്കിയേ അൻ തുഅ്മിനു ബില്ലാഹി റബ്ബിക്കും നിങ്ങളെ റബ്ബിൽ നിങ്ങൾ വിശ്വസിച്ചാറ് ചൊല്ലുற കാരണത്തിൽ ഇട്ടിക്കറ് അങ്ങനെ നിങ്ങളെ പുറത്താക്കിയേ. ഇൻകുന്തും ഖറജ്തും ജിഹാദം ഫീ സബീലി നന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദാക്കുക ഉദ്ദേശിക്കാറുണ്ടായെങ്കിൽ വബ്തിഗാ മർളാത്തി നന്റെ പിർസത്തെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ജിഹാദാക്കാറുണ്ടായെങ്കിൽ തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ അങ്ങോട്ടേക്ക് രഹസ്യമായിട്ട് നിങ്ങൾ പിർസ കാട്ടറമ വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അലൻതും നിങ്ങൾ ഒണിപ്പാട്ടി ബേക്കരുതും നിങ്ങൾ പരസ്യമാക്കരുതും നക്ക് പിടിയായിട്ടുണ്ടു. വമൻ യഫ്അലുഹു മിൻകും അങ്ങനെ ആരെങ്കിലും ആക്രാറുണ്ടായെങ്കിൽ ഫഖദ് ദല്ല സവാ അസ്സബീൽ അങ്ങ് തെരു തപ്പിപ്പോയങ്ങായിട്ട് ഇക്രാറ് ചൊന്തയിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ചൊല്ലുന്നത്. അതായത് ആ മുശ്രിക്കായ ആൾമാരൊട്ടിಗೆ നിങ്ങൾ തെല്ലും പിർസ കാട്ടണ്ട ഒരു ചങ്ങായിപ്പാടും മുശ്രിക്കായ ആൾമാരൊട്ടിಗೆ നിങ്ങൾ ബെയ്ക്കണ്ട ചൊന്തയിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. ആക്ച്വലി ഇവിടെ നോക്കുമ്പോണ്ടെങ്കിൽ എന്തിരെ മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് ശത്രുമാർക്ക് സഹായാക്കുകയായിട്ട് ആർ പേര് ഹാത്തിബ് ഇബ്നു അബി ബൽതാഹ് റളിയല്ലാഹു അൻഹു പേര്. ആക്ച്വലി ഇത് ഹാത്തിബ് ഇബ്നു അബി ബൽതറെ സംബന്ധിച്ചിട്ട് എന്തേ അയാള് ഒരു തപ്പാക്കിയല്ല. അതായത് എന്തേ ഇസ്ലാം സോക്കുനുണ്ടാ അല്ലെങ്കിൽ സഹാബിരങ്ങ സോക്കുനുണ്ടാ അല്ലെങ്കിൽ ഇസ്ലാമിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചതല്ല. അയാൾ എന്തിനു നിർച്ചത് എന്തെങ്കിലും മുസ്ലിമീങ്ങമേ വിണ്ണാവറെ അള്ളാഹുറെ സഹായം മുസ്ലിമീങ്ങകെ ഉള്ളേ മാത്രമാ ഈ യുദ്ധത്തെ നടുಲು നന്റെ കുടുംബത്തങ്ങ സംരക്ഷിക്കട്ട് അങ്ങനെ കൊല്ലാണ്ടിക്കട്ട് ചൊല്ല ഉദ്ദേശത്തിൽ ഞാൻ എന്താക്കിற ഒരു ലെറ്റർ കടത്തറ ആ ഒരു പിർസായെങ്കും അങ്ക് ഞങ്ങളൊട്ടിക്ക് ഉണ്ടാവട്ടെ നന്നൊട്ടിക്ക് ഉണ്ടാവട്ടെ ചൊല്ല ഉദ്ദേശത്തിലേറ്റിക്കറ് ഹാത്തിബ് അബി ബൽതാഹ് റളിയല്ലാഹു അൻഹു എന്താക്കിറെ അവിടെ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇത്
മുസ്ലിമീങ്ങെതിരായിട്ട് ശത്രുമാരെ സഹായാക്കരുത്. ചിലപ്പോ എന്താവൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കടെ കാര്യമായിട്ടിക്കർ ഒരാൾ ഇസ്ലാമിനെ എന്താക്കരെ തെരച്ചുകൊണ്ട ചില സന്ദർഭത്തിൽ അത് നീയത്തും അതേപോലെ അങ്ങനെ ആ ഒരു മക്സദർ അടിസ്ഥാനത്തിൽ ഇട്ടിക്കർ അത് എന്തിന് നീയത്ത് വെച്ചാൽ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ എന്താ വിടാറ് കാഫിറാവിടാറ്, ചിലപ്പോ കാഫിറാവില്ല, അത് വലിയ തപ്പയിട്ടിക്കർ. അപ്പൊ അതല്ല ഞങ്ങ ജാഗ്രതാക്കുനായ ഒരു വിഷയത്തിക്കർ മുസ്ലിമീങ്ങെതിരായിട്ട് ശത്രുമാരുടെ ഒർക്കും ഞങ്ങ സഹായാക്കു തീരാ ചൊല്ലതേറ്റിക്കർ ആ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളേ. അത് ഈ ഒരു സംഭവം എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ഖുബൂലായതേറ്റിക്കർ ഞങ്ങൾക്ക് കാണാൻ സാധ്യമായി അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ദുആർന്നതിന്റെ അല്ലാഹുവേ ഞങ്ങൾ പോണ്ടത് നീ രഹസ്യമാക്കി വെക്കിട്ട് അള്ളാഹുരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്ന് തിന്ത് ആ ദുആ അള്ളാഹു എന്താക്കിತ್ತು കബൂലാക്കിತ್ತು. അങ്ങനെ മുശ്രിക്കുമാർക്ക് ഗൊಂತಾവുರದಿൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിತ್ತು ബച്ചവാക്കിತ್ತು. അങ്ങനെ പിന്നെ മുസ്ലിം സൈന്യ എದುರು പോയിട്ട് ജുഹ്ഫ ചൊല്ലുടെ ജാഗെത്തിയപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താബ അബ്ബാസ്. അയാള് മനസ്സിൽ ഇസ്ലാം സ്വീകരിച്ചത് മാത്ര പരസ്യമായിട്ട് ഇത്തരത്തോളം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ജുഹ്ഫ ചൊല്ലുടെ ജാഗലൈറ്റിക്കർ അബ്ബാസ് റളിയല്ലാഹുവിന്റെ കുടുംബത്തങ്ങ ಬಂತು ഇസ്ലാം സ്വീകരിക്കരെ. അങ്ങനെ അവിടെ അബ്ബാസ് റളിയല്ലാഹു ആ സൈന്യത്തൊട്ടിಗೆ ಸೇರು. പിന്നെ മുസ്ലിമിങ് എതിർ പോയാറ് സനിയത്തുൽ ഇഖാബ് ചൊല്ലുற ജാഗെത്തിയപ്പ ജണ്ട് മുശ്രിക്കുമാർ കണ്ടുമുട്ടാർ. സനിയത്തുൽ ഇഖാബിറോടെ ജണ്ട് മുശ്രിക്കുമാർ കണ്ടുമുട്ടാർ. ആരല്ലത്? ഒന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് അല്ല. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് ആറ്? മുസ്ലിമീങ്ങളെ ഭയങ്കര വലിയ ശത്രു. ഉഹുദ് യുദ്ധത്തില് ലീഡർ ആയിട്ടിന്നെ. അതേപോലെ ഇപ്പൊ ನಾನು പഠിച്ചൊന്ന പോലെ മദീനത്തേക്ക് വന്ന ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ അബ്ബ അത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് ഇത്തിക്കർ. അത് വേറെ, ഇത് വേറെ അബൂ സുഫിയാൻ ഇത്തിക്കർ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. അതേപോലെ പിന്നൊന്നു അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ. ഇങ്ങ ജണ്ടാൽ ബണ്ടാർ ഇങ്ങ എന്തിക്ക് ബണ്ട് ഇസ്ലാം സ്വീകരിക്കുക ഇട്ടിക്കർ ഇങ്ങ ബണ്ടു. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ഇയാള് നബി സല്ലല്ലാഹു അലൈഹി ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ ഒരു ചങ്ങായി ആയിട്ടിന്ത്. നബി എപ്പ നബി ആയിത്ത അതിൽ പിന്നെ ഭയങ്കര വലിയ ശത്രു ആയിത്ത്. നബിക്ക് ഭയങ്കര ഉപദ്രാക്കിയ ആള്. അങ്ങനെ ഇയാള് ഈ ഒരു സന്ദർഭത്തിലേറ്റിക്ക് ഇസ്ലാം സ്വീകരിക്കുക ബണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ഇസ്ലാം സ്വീകരിക്കുകയായിട്ട് ഷഹാദത്ത് കലിമ ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ ആക്സെപ്റ്റ് ആക്കിയിട്ട് മാത്രമ ഫഅറള അൻഹുമാ റസൂലുള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജണ്ടാലെ മുഖ നോക്കുന്നതിൽ നിന്ന് നബി മുഖ തിരിച്ചിട്ട് അങ്ങനെ ജണ്ടാലെ മുഖ നോക്കില്ല. കാരണം അങ്ങത്ര ഉപദ്രാക്കിന്നാറ് നബിക്ക്. അങ്ങനെ ലാസ്റ്റ് ഇങ്ങ ജണ്ടാൽ എന്താക്കാറ് ബെയില് നിൽക്കാറ്. ബെയില് നിന്നിട്ട് ചൊല്ലാറ് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൈന്യത്തെ ഒട്ടിಗೆ ಸೇರಗು ಪರ್ಮಿಷನ್ ತಂದೊಡ್ತೋಲು ನಂಗೆ ಈ ಬೈಲ್ ನಿಂದಿಟ್ಟು ಪೈಚಿಟ್ಟು ಮರಿಕಿರ ನಂಗೆ ರಸೂಲ್ ಮಾಫಾಕಿ ತರ್ನು ಚೊಂತ ಇಟ್ಟಿಕ್ರಂಗ ಹಠ പിടിച്ചാർ. അങ്ങനെ ലാസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക് ആ മാഫാക്കിത്ത് പിന്നെ സൈന്യത്തൊട്ടിಗೆ ಸೇರಗು അങ്കു പെർമിഷൻ കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ എന്തായിട്ട് അങ്ങ് ഔഡ്രെ പർത്തായാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ഔഡ്രം പർത്തയിട്ട് സൈന്യ മക്കത്തെ മുട്ടത്തിൽ നിന്ന് മറുൽ ലഹ്റാൻ ചൊല്ലിയ ജാഗെത്തിത്ത് അവിടെ ഇട്ടിക്കറ് സൈന്യ എന്താക്കി സ്റ്റേ ആവറ്. മക്കത്തെ മുട്ടത്തുള്ളിലെ മറുൽ ലഹ്റാൻ ചൊല്ലിയ ജാഗയിൽ ഇട്ടിക്കറ് ആ സൈന്യത്തെ അവിടെ പോയിട്ട് അവിടെ ടെന്റ് ഇട്ടിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി തീക്കത്തുപാട്ട് ചൊല്ലു. എല്ലാരും തീക്കത്തുറാറ് ഭയങ്കര വലിയ തീക്കത്തുപാട്ട് എത്തിക്കറ് അവിടെ ആ ജാവുക അവിടെ സ്റ്റേ ആവുന്നത് കാണ്ടി. അപ്പൊ അതിൽ പിന്നെ ഇട്ടിക്കറ് ആറ് ബണ്ടേ അബൂ സുഫിയാൻ ബണ്ടേ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അബൂ സുഫിയാൻ അവിടേക്ക് ബണ്ടതും പിന്നെ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതും പിന്നെ മുസ്ലിം സൈന്യ ഒട്ടിಗೆ മക്കത്തുക്ക് എൻട്ര ആവുമ്പോഴത്തേക്ക് എന്തെല്ലാം സംഭവിക്കുക ചൊല്ലതും ഇൻഷാ അല്ലാഹ് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.